ഫ്രീഡം വേൾഡ്. ഹിന്ദു മതത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നതും ത്രിമൂർത്തികളിൽ ഒരാളുമായ വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, കൽക്കി അവതാരം. ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ അവസാനത്തെ അവതാരമാണ് കൽക്കി. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് കലിയുഗത്തിന്റെ അവസാനത്തിൽ എല്ലാ നീതികളെയും നശിപ്പിച്ച് സത്യത്തിന്റെ ഒരു പുതിയ യുഗം സ്ഥാപിക്കാൻ അദ്ദേഹം വരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രധാനമായും മഹാഭാരതത്തിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. നമ്പർ 9, ബുദ്ധാവതാരം. ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവിന്റെ ഈ അവതാരം ആത്മീയ അധപതനത്തിന്റെ കാലഘട്ടത്തിൽ നീതി സ്ഥാപിക്കാനും കാരുണ്യം നിറയ്ക്കാനും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദിവ്യ അവതാരമായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യരാശിയെ ആന്തരിക സമാധാനത്തിലേക്കും ആത്മീയ ഉണർവിലേക്കും നയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമ്പർ 8, കൃഷ്ണാവതാരം. ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ മനുഷ്യരുടെ ഇടയിലെ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും തിന്മയെ ഇല്ലാതാക്കുന്നതിനും ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതിനുമായാണ് വിഷ്ണു ഈ അവതാരം എടുത്തത്. മധുരയിൽ ദേവകിയുടെയും വാസുദേവന്റെയും മകനായാണ് കൃഷ്ണൻ ജനിച്ചത്. നമ്പർ 7, രാമാവതാരം. അസുര രാജാവായ രാവണനെ പരാജയപ്പെടുത്തി ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി അയോധ്യയിലെ നീതിമാനായ ഒരു രാജകുമാരനായി രാമന്റെ അവതാരമായി വിഷ്ണു ഭൂമിയിലേക്ക് ഇറങ്ങി. ഇതിഹാസമായ രാമായണത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം കടമ, ഭക്തി, സദ്ഗുണം എന്നിവയോടെയാണ് വിവരിച്ചിട്ടുള്ളത്. നമ്പർ 6, പരശുരാമ അവതാരം. ക്ഷത്രിയന്റെ ഉഗ്രമായ യോദ്ധാവിന്റെ ആത്മാവുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബ്രഹ്മക്ഷത്രിയൻ എന്നറിയപ്പെടുന്നു. അമർത്യനായ അദ്ദേഹം വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിയുടെ ആയോധന ഗുരുവായി അദ്ദേഹം തിരിച്ചുവരുമെന്നാണ് ഐതിഹ്യം. നമ്പർ 5, വാമനൻ അവതാരം. അസുര രാജാവായ മഹാബലിയുടെ അഹങ്കാരത്തെ നിയന്ത്രിക്കാനും പ്രപഞ്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും കശ്യപ മുനിക്കും അതിഥിക്കും വാമനനായി വിഷ്ണു ബ്രാഹ്മണ ബാലന്റെ രൂപം സ്വീകരിച്ചു. 3 ചുവടുകൾ വെച്ചയാൾ എന്നും അദ്ദേഹം വ്യാപകമായി അറിയപ്പെടുന്നു. നമ്പർ 4, നരസിംഹ അവതാരം. പകുതി മനുഷ്യനും പകുതി സിംഹവുമായ ഒരു വിഷ്ണു അവതാരമാണ് നരസിംഹം. സ്വച്ഛാധിപതിയായ അസുര രാജാവായ ഹിരണ്യകശിപിനെ നശിപ്പിക്കാനും തന്റെ മകൻ പ്രഹ്ലാദനെ സംരക്ഷിക്കാനുമാണ് വിഷ്ണു ഭഗവാൻ ഈ രൂപത്തിൽ അവതരിച്ചത്. നമ്പർ 3, വരാഹ അവതാരം. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ ആദിമ പ്രപഞ്ച സമുദ്രത്തിലേക്ക് വലിച്ചെഴിച്ചതിനു ശേഷം ആദിമ പ്രപഞ്ചത്തിൽ നിന്ന് ഭൂമി മാതാവിനെ രക്ഷിക്കാൻ ഒരു ഭീമാകാരമായ പന്നിയായാണ് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യൻ കലകളിലും ക്ഷേത്ര ശില്പങ്ങളിലും വരാഹ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നമ്പർ 2, കൂർമ അവതാരം. ഇവിടെ വിഷ്ണു ഭഗവാൻ ഒരു ആമയുടെ ഭീമാകാരമായ രൂപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മന്ദര പർവ്വതത്തെ സ്ഥിരപ്പെടുത്തുന്നതിനും ദേവന്മാരുടെയും അസുരന്മാരുടെയും വഴക്കുകൾ അവസാനിപ്പിക്കുന്നതിനുമായാണ് ഈ അവതാരം സ്വീകരിച്ചത്. മരണമില്ലാത്ത അമൃതവും ദിവ്യനീതികളും ദേവന്മാർക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്തു. നമ്പർ 1, മത്സ്യാവതാരം. മനോരാജാവിനെയും 7 ഋഷിമാരെയും വിശുദ്ധ ഭേദങ്ങളെയും വിനാശകരമായ പ്രപഞ്ച പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അദ്ദേഹം ഈ അവതാരമെടുത്തത്. ഇതിലൂടെ അടുത്ത പ്രപഞ്ച യുഗത്തിലേക്കുള്ള ജീവനും അറിവും സംരക്ഷിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.